നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒത്തിരി വിഷയങ്ങളുണ്ട്. നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, നമ്മൾ വലിയ വലിയ പ്രോബ്ലമായി കാണുന്ന ഒത്തിരി സബ്ജക്റ്റുകളെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്കതൊന്നും ഹാൻഡിൽ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ അതിൻ്റെ നടുവിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ വലിയ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുവാനും നമ്മുടെ ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുവാനും നമ്മുടെ കർത്താവിന് കഴിയും. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. നിങ്ങൾ അനുഭവിച്ചു കൊണ്ട് പോകുന്ന ഏത് വലിയ പ്രശ്നമാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്ത് അതിന് മറുപടി തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതിന് തെളിവായിട്ട് 3 ഭാഗം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് ഒരു ഭൂതഗ്രസ്തനെ പറ്റി നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. അവിടെ കാണുന്ന ഒരു പദം, അദ്ദേഹത്തെ ആർക്കും ഒതുക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തെ ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല, ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്ന അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. ചങ്ങലകൾ കൊണ്ട് പോലും ബന്ധിച്ചു കൂടാൻ പറ്റാത്തൊരു വ്യക്തി. പലപ്പോഴും ചങ്ങല വലിച്ചു പൊട്ടിച്ച് ഉരുമ്മി അത് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. പക്ഷെ യേശു കർത്താവ് ആ പ്രശ്നത്തിന് പൂർണ്ണമായ വിടുതൽ നൽകുന്നു. അതേ അധ്യായത്തിൽ തന്നെയാണ് യായിറോസിൻ്റെ മകളുടെ ഹല്ലേലൂയ സൗഖ്യം. അതേ അധ്യായത്തിൽ അടുത്തതായി കാണുന്നു രക്തസ്രാവക്കാരിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആ പ്രശ്നങ്ങളെ വളരെ വളരെ ഡിഫറൻ്റായ വിടുതലുകൾ നൽകി ആവശ്യത്തിനനുസരിച്ച് നിൻ്റെ ആ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചുള്ള വിടുതൽ നൽകി ദൈവം നമ്മളെ പരിപാലിക്കും. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നെങ്കിൽ, വലിയ പ്രതികൂലത്തിനകത്തുകൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, പ്രതിസന്ധിക്കകത്തുകൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയത്തിനകത്തുകൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കുക, കർത്താവിന് പരിഹാരം ചെയ്യാൻ കഴിയും. ഈ ദൂതിന് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നുവെങ്കിൽ, ഈ ദൈവശബ്ദത്തിന് ആമേൻ പറയുന്നെങ്കിൽ, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിനും കർത്താവിൻ്റെ കരത്തിൽ സൊല്യൂഷനുണ്ട്. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. രക്തസ്രാവക്കാരിയായ സാധ്യതയില്ലാഞ്ഞിട്ടും സാഹചര്യമില്ലാഞ്ഞിട്ടും യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നപ്പോൾ യേശു കർത്താവ് തനിക്ക് സൗഖ്യം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയത്തിനകത്ത് കർത്താവിന് പരിഹാരം ചെയ്യാൻ കഴിയും. ആമേൻ. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.